ഹായ് ഓൾ അസ്സാം വലൈക്കും. എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ ഞാൻ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാൻ കുറേ ദിവസത്തിന് ശേഷം ഒരു വീഡിയോസ് ഇടുന്നത്. ജൂൺ 16, 17 ദിവസങ്ങളെടുത്ത വീഡിയോസാണിത്. ജൂൺ 17 ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഞങ്ങൾ ഗൾഫിലേക്ക് പോകുന്നത്. അപ്പോൾ ഞാൻ 16 ബീഫിന് വിളിച്ച് പറഞ്ഞിട്ടുണ്ടേനി അവർ വീട്ടിലേക്ക് എത്തിച്ച് തരും. അപ്പോൾ 5 കിലോ ബീഫിന് പറഞ്ഞ സമയത്ത് 1 കിലോ ബീഫ് ഞാൻ മാറ്റി വെച്ചു. ബാക്കി 4 കിലോ ബീഫ് ഞാൻ കഴുകി ക്ലീൻ ചെയ്തതിന് ശേഷം മസാലയൊക്കെ പുരട്ടി ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടേനി. 17 രാവിലെ 4 മണിക്ക് എണീറ്റു. അതിനുശേഷം ബീഫ് ഫ്രൈ ചെയ്തെടുത്തു. പിന്നെ കുറച്ച് കല്ലുമ്മക്കായ് ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ടേനി. അപ്പോൾ ആങ്ങളുടെ ഉള്ളിൽ രാവിലെ ഒരു 10:30 മണിക്ക് വന്നിട്ടുണ്ടേനി. അപ്പോൾ എല്ലാം കവറിലാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ആങ്ങളുടെ ഓള് ആങ്ങൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് പലാപ്പും അച്ചാറാണ് കേട്ടോ. അപ്പോൾ ഞാൻ പലാപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് വീട്ടിലേക്ക് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടേനി. അവൾ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടേനി. എൻ്റെ കുട്ടിക്ക് നല്ല ഇഷ്ടമാണ്. കണ്ണൂർ സ്പെഷ്യലാണ്. അധികം പേരും ഗൾഫിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് പലാപ്പൊക്കെ കൊണ്ടുപോകും. നല്ല ടേസ്റ്റാണ്. ഓരോ നാട്ടിൽ ഓരോ പേരായിരിക്കും. അപ്പോൾ എൻ്റെ നാട്ടിൽ അതിന് പറയാം കൈവീശ് എന്ന് പറയും. അപ്പോൾ കണ്ണൂർ നാട്ടിൽ പലാപ്പം. അപ്പോൾ കുറച്ച് കൊണ്ടുപോകാൻ സ്ഥിതിക്ക് കുട്ടികൾക്കൊക്കെ കൊടുത്തു. അത് ഉണ്ടാക്കാനും കുറച്ച് പാടാണ്. അപ്പോൾ ഉമ്മ ഉണ്ടാക്കി തന്നതാണ്. അപ്പോൾ നമ്മൾ പോകുന്ന സമയത്ത് ചെറിയൊരു മഴ പെയ്തിട്ടുണ്ടേനി. അപ്പോൾ കോട്ടലിട്ടിട്ടാണ് പോകുന്നത്. അവൾ സ്കൂട്ടറിലാണ് പോകുന്നത്. വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നല്ല വെയിൽ വന്നിട്ടുണ്ടേനി കേട്ടോ. അപ്പോൾ ഈ കോട്ട് ഇട്ട സ്ഥിതിക്ക് നല്ല ചൂടായിരിക്കും. അപ്പോൾ നമ്മൾ പകുതിക്ക് വെച്ചിട്ട് വണ്ടിയൊക്കെ സൈഡാക്കി എന്നിട്ട് കോട്ടൊക്കെ ഊരി വെച്ചിട്ട് പിന്നെ വടകരയ്ക്ക് പോകുന്നത്. സാധനമൊക്കെ ഞാൻ പെട്ടിയിലേക്ക് വെച്ച് കൊടുത്തു. അതിന് ശേഷം ബിരിയാണി ദമ്മിടെയെന്ന് ഉച്ചയ്ക്ക് 1 മണീൻ്റെ അടുപ്പിച്ച് നമ്മൾ ആ വീട്ടിലേക്ക് എത്തിയിട്ടുള്ളത്. 2 മണിക്കാണ് അവന് ഇറങ്ങുന്നത് വീട്ടിൽ നിന്ന്. അപ്പോൾ ഭക്ഷണമൊക്കെ വിളമ്പി വെച്ചിട്ടുണ്ട് ടേബിളിൽ. എല്ലാവരും ഒരുമിച്ചിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും ഇരുന്ന് ഒരുമിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചു. ബിരിയാണി, കോഴി പൊരിച്ചതും ബീഫ് മസാല അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് അവൻ 2 മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് കേട്ടോ. അപ്പോൾ വരുന്ന സമയത്ത് എല്ലാവർക്കും നല്ല സന്തോഷമായിരിക്കും. ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വരുന്ന സമയത്ത് ഈ പോകുന്ന സമയത്തുണ്ടല്ലോ നല്ല സങ്കടമായിരിക്കും. ഓനിക്ക് നല്ല സങ്കടമുണ്ട്. എൻ്റെ മക്കളെ ഇട്ടേച്ചിട്ട് പോകുന്നപ്പോൾ 2 മാസം നാട്ടിൽ നിന്ന സമയത്ത് മക്കളെല്ലാം ഒരുമിച്ച് കാണുമ്പോൾ നല്ല സന്തോഷമായിരിക്കും. പെട്ടെന്നൊരു സംഘം പോകുമ്പോൾ ആർക്കായാലും സങ്കടം വരും. അപ്പോൾ കുട്ടികൾ മൂത്തോ അങ്ങനെ കരഞ്ഞിട്ടൊന്നുമില്ല. ഇളയൊക്കെ മനസ്സിലായിട്ടുമില്ല. അതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നം ഉണ്ടായിട്ടില്ല. ഓനൊക്കെ പോയി. ഓനിക്ക് വൈകിട്ട് കോഴിക്കോട് നിന്ന് 7 മണിക്കാണ് ഫ്ലൈറ്റ്. അപ്പോൾ ഞാൻ അതിലൊക്കെ കഴിഞ്ഞിട്ട് ഞാനും എൻ്റെ നാട്ടിലേക്ക് പോകുകയെന്ന്. അപ്പോൾ ഞാനും ഉപ്പയോളും മാത്രമേ അവിടെ ഉണ്ടായിട്ടുള്ളൂ. വലിയ പരിപാടിയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അവൾക്ക് ഓളെ ഭർത്താവിൻ്റെ എൻ്റെ ആങ്ങളുടെ ചെങ്ങായിൻ്റെ വീട്ടിൽ പോകണം എന്തൊരു ആവശ്യത്തിന് പറഞ്ഞിട്ട് നമ്മൾ അവിടത്തേക്ക് പോകുന്നത് കേട്ടോ. അവിടെ പോയി അവിടെ നിന്ന് കുറച്ച് ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ കണ്ണൂരേക്ക് പോകുന്നത്. അപ്പോൾ ആ വീട്ടിലെത്തി അവിടെ പോയപ്പോൾ ആങ്ങളുടെ ചെങ്ങായി പാട്ടൊക്കെ പാടി അവിടെ സ്റ്റുഡിയോ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പാട്ടൊക്കെ എനിക്ക് കേൾപ്പിച്ച് തന്നു. നല്ല രസമുണ്ട് കേട്ടോ പാട്ടൊക്കെ. അപ്പോൾ അതും കഴിഞ്ഞ് അവിടുന്ന് ചായയും കുടിച്ചിട്ട് പിന്നെ നമ്മൾ കണ്ണൂരേക്ക് പോയിക്കൊണ്ടിരിക്കുകയെന്ന്. ചെറിയ മഴ പാറില്ല. അതിൻ്റെ ഇടയ്ക്ക് മഴ പെയ്തുകൊണ്ട് കേൾക്കുകയും ചെയ്യുന്നുണ്ട്. നല്ല മഴ പെയ്തിട്ട് കോട്ടിടാന്ന് വിചാരിച്ചിട്ട് കോട്ടൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ നമ്മൾ കണ്ണൂരെത്തി. കണ്ണൂർ മേലെ ചുവത്തി. അവിടുന്ന് നമ്മൾ ഓള് പറഞ്ഞു ബോട്ടിയും പുട്ടും കഴിക്കാമെന്ന് പറഞ്ഞു. ഓൾക്ക് നല്ല ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കത് കഴിച്ചപ്പോൾ വലിയ ടേസ്റ്റൊന്നും തോന്നിയിട്ടില്ല. ഓള് നന്നായിട്ട് കഴിച്ചു. ഞാൻ കുറച്ച് കഴിച്ചു. എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല. വലിയ ടേസ്റ്റൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഓൾക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് കഴിച്ചു തന്നു. എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കഴിച്ചു നോക്കിയതാണ്. അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ.